ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. സോ ഇന്നത്തെ ട്രേഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കി നോക്കാം. ഇന്നിവിടെ നോക്കുകയാണെങ്കിൽ ഇന്നും ടോട്ടൽ 4 ട്രേഡാണ് എടുത്തത്. പൊസിഷൻസ് നോക്കുകയാണെങ്കിൽ 4 ട്രേഡ് മെസ്സലാണ്. അതിൽ ലാസ്റ്റ് എടുത്ത ഒരു ട്രേഡ് മാത്രം കോസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ട്രേഡ് എല്ലാ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്, എൻട്രി ടൈം എക്സിറ്റ് ടൈം ഒക്കെ. സോ അതിൽ 4th ട്രേഡ് മാത്രം കോസ്റ്റ് ആയിരുന്നു. ബാക്കി 3 ട്രേഡും SL അടിച്ചാണ്. സോ ട്രേഡ്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ എല്ലാ ട്രേഡ്സും എടുത്തത് ഡൗൺ സൈഡിലേക്കാണ്. ഇവിടെ നോക്കിയാൽ കാണാം, പുട്ട് ഓപ്ഷനിലാണ് 24,250 പുട്ട് ഓപ്ഷനിലും 24,200 പുട്ട് ഓപ്ഷനാണ് എടുത്തത്. സോ കംപ്ലീറ്റ് എടുത്തത് അപ്പ് സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഡൗൺ സൈഡിലേക്കാണ് ട്രേഡ് എടുത്തത്. സോ എൻട്രീൻ്റെ ടൈമൊക്കെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ട്രേഡ് 9:27 ആണ്. 9:27 എന്ന് പറയുമ്പോൾ ഓക്കെ, 9:27 എന്ന് പറയുമ്പോൾ ഈ ഒരു ക്യാൻഡിലാണ്. ആ ക്യാൻഡിലിൽ ട്രേഡ് എടുത്ത സ്പോട്ടിൽ തന്നെ അത്യാവശ്യം പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഡേലോ ഒന്നും കട്ട് ചെയ്തില്ല. കുറച്ചൊന്ന് താഴേക്ക് വന്നിട്ട് ഇതുവരെ വന്നിട്ട് മേലേക്ക് തന്നെ കയറിപ്പോയി, SL അടിച്ചു. പിന്നെ സെക്കൻഡ് ട്രേഡ് നോക്കുകയാണെങ്കിൽ 9:55 എൻട്രി. സെയിം പുട്ട് ഓപ്ഷനിൽ തന്നെയാണ്. 9:55 പറഞ്ഞ ഈ ഒരു ക്യാൻഡിലാണ്. അതെടുത്ത് ഇപ്പോൾ താഴേക്ക് വന്നിട്ടൊന്നുമില്ല, മേലേക്ക് തന്നെ പോയി SL അടിച്ചു. പിന്നെ അടുത്ത ട്രേഡ് എന്ന് പറഞ്ഞത് 10:18 അത് 24,250 പുട്ട് ഓപ്ഷനാണ്. സോ 10:18 ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ 10:18 ക്യാൻഡിൽ പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലാണ്. ആ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് അത്രയും ടൈം മാർക്കറ്റ് നിന്നാൽ ഏറ്റവും ടിപ്പസ്റ്റ് ഏരിയ ആണ്. ഡേ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് ആ ഒരു ലെവലിൽ നിൽക്കുമ്പോഴാണ് ട്രേഡ് എടുത്തത്. അത് അത്യാവശ്യം നല്ല രീതിക്ക് താഴേക്ക് വന്നിരുന്നു, ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ വരെയൊക്കെ വന്നിരുന്നു. പക്ഷേ അവിടെ ഞാൻ എക്സിറ്റ് ചെയ്തില്ല, ഞാൻ അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്തിരുന്നു. കുറച്ചും കൂടെ താഴെയാണ് ഞാൻ ടാർഗറ്റ് വെച്ചത്. സോ അത് വെയിറ്റ് ചെയ്തിരുന്ന് അത് മേലേക്ക് കയറിപ്പോയി SL അടിച്ചു. അപ്പോൾ അതായിരുന്നു തേർഡ് ട്രേഡ്. അത് അത്യാവശ്യം പ്രോഫിറ്റിലേക്ക് കയറി വന്നതാണ്, പക്ഷേ പിന്നെ തിരിച്ചു SL അടിച്ചാണ്. പിന്നെ എടുത്തത് ലാസ്റ്റ് എടുത്തത് 13:3 പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലാണ് എടുത്തത്. ആ ഒരു ക്യാൻഡിലിൽ ഡൗൺ സൈഡിലേക്ക് ഒരു ട്രേഡ് എടുത്തു. അത് പക്ഷേ പെട്ടെന്ന് തന്നെ ഞാൻ എക്സിറ്റ് ആയി, ഓവർ ടൈം വെയിറ്റ് ചെയ്തില്ല. എക്സിറ്റ് ടൈം 13:56 13:55 ഈ ഒരു ഏരിയയിൽ തന്നെ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ താഴേക്ക് വന്നിട്ട് ഇവിടെ ടാപ്പ് ചെയ്ത സമയത്ത് തന്നെ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരം ഞാൻ വലിയ ടാർഗറ്റാണ് വെച്ചുകൊണ്ടിരുന്നത്. മാർക്കറ്റ് ഓവറോൾ ഡൗൺ ട്രെൻഡ് ആയതുകൊണ്ട് വലിയ ടാർഗറ്റ് വെക്കാനുള്ള രീതിക്ക്. പക്ഷേ ഇപ്പോൾ അത്രയും നല്ലൊരു ബുള്ളിഷ് മൂവ് വന്നിട്ട് മാർക്കറ്റ് ആണെങ്കിൽ ഭയങ്കര കൺസോൾട്ടേഷനാണ്, തീരെ മൂവ്മെൻറ്റ് തരുന്നില്ല. കോൾ ഓപ്ഷൻ്റെ പ്രീമിയം നോക്കുകയാണെങ്കിലും തീരെ മൂവ്മെൻറ്റ് കാണിക്കുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ പിന്നെ ഓരോ ചെറിയ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഏറ്റവും തൊട്ടടുത്ത ലിക്വിഡിറ്റി ഏരിയ തന്നെ അത് ഇറങ്ങിയതാണ്. പക്ഷേ അത് ഇറങ്ങിയ സമയത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. പ്രോഫിറ്റ് എന്ന് പറയാൻ ബ്രേക്ക് ഈവണേ ഉള്ളൂ. 520 റുപ്പീസ് ആകെ പ്രോഫിറ്റ് ഉള്ളൂ. നിഫ്റ്റിയിൽ പിന്നെ ഒരു ട്രേഡും എടുത്തിട്ടുണ്ട്. 24,200 കോൾ ഓപ്ഷനിലാണ്, അതും ബ്രേക്ക് ഈവണിലാണ് എക്സിറ്റ് ആയത്. അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. 14:16 എൻട്രി വന്നത്. 14:16 എക്സിറ്റ് ടൈം ആയപ്പോൾ എക്സിറ്റ് ചെയ്തതാണ്. 3 മണി ആയപ്പോൾ 3:04 എക്സിറ്റ് ആയത്. 15:04 സ്ട്രൈക്ക് 24,200 കോൾ ഓപ്ഷൻ. 200 കോൾ ഓപ്ഷൻ 26 ട്രേഡായി. ഇപ്പോൾ ടോട്ടൽ 26 ട്രേഡായി നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ശേഷം എടുക്കുന്നത്. ഇന്നിപ്പോൾ 1 2 3 4 5 5 ട്രേഡ് ആയിട്ടുണ്ട്. നമ്മളെ ചലഞ്ചിൽ ഒരു പെർ ഡേ മാക്സിമം ട്രേഡ് 5ആണ്. ഇത്രയും ദിവസം 5 ട്രേഡൊന്നും വന്നില്ല. ഇന്ന് 5 ട്രേഡ് എടുത്തിട്ടുണ്ട്. മാക്സിമം ട്രേഡ് നമ്പർ ഓഫ് ട്രേഡ്സ് ആയിട്ടുണ്ട്. അതിൻ്റെ PNL എത്രയായിരുന്നു? 35.7. ഇത് ബ്രേക്ക് ഈവൺ ആണ്, 35 റുപ്പീസ്. സോ അത്രയാണ് ഇന്നത്തെ എല്ലാ ട്രേഡ്സിൻ്റെയും ഡീറ്റെയിൽസ്. ഓക്കെ, അതിൻ്റെ എൻട്രിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ടൈം 14:16 15:04 14:16 എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പുട്ട് ഓപ്ഷനിൽ എക്സിറ്റ് ചെയ്തൊരു ഏരിയ പറഞ്ഞില്ലേനോ.
പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ചെയ്തത് ഇവിടെ ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ അങ്ങനെ ആയിരുന്നു. അത് എക്സിറ്റ് ചെയ്തതിന് ശേഷം ആ ലിക്വിഡിറ്റീൻ്റെ ബേസിൽ തന്നെ അപ്പ് സൈഡിലേക്ക് ഒരു ട്രേഡ് എടുത്തതാണ്. ട്രേഡ് എടുത്ത ടൈം 14:16 പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലാണ്. ഇത്രയും ടിപ്പിലുള്ള ഈ ഒരു ക്യാൻഡിലാണ് എൻട്രി എടുത്തത്. ഇവിടുന്ന് ഇത്രയും മാർക്കറ്റ് താഴെ വന്ന് ഈ ടിപ്പസ്റ്റ് ക്യാൻഡിൽ എൻട്രി എടുത്ത് അവിടെ നിന്ന് ഇത്രയും പോയിന്റ് മേലേക്ക് കയറിയിട്ടുണ്ട്. അത്യാവശ്യം ചെറിയൊരു മൂവ്മെൻറ്റ് മേലേക്ക് വന്ന് അതിനുശേഷം വീണ്ടും താഴേക്ക് വന്ന് ഈ ഒരു ക്യാൻഡിലാണ് ഞാൻ എക്സിറ്റ് ആയത്. 15:04 ടൈമായല്ലോ, 3 മണി കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ആ ടൈമിൽ എക്സിറ്റ് ചെയ്താണ്. ഒരു ഡേ ഹൈ വരെയൊക്കെ പോകുന്നതൊക്കെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അത് പോയില്ല. ഇന്ന് രാവിലെ കംപ്ലീറ്റ്ലി ഞാൻ ബെയറിഷ് ആയിരുന്നു. രാവിലത്തെ ഫസ്റ്റ് 4 ട്രേഡ് നോക്കുകയാണെങ്കിലും ബെയറിഷ് ട്രേഡ്സ് ആണ്. പുട്ട് ഓപ്ഷനിൽ തന്നെയാണ് കംപ്ലീറ്റ് ട്രേഡ്സ് എടുത്തത്. പക്ഷെ അതിനുശേഷം മാർക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഹ്യൂജ് മൊമെൻ്റൊക്കെ തന്നിട്ട് ഹ്യൂജ് മൊമെൻ്റം തന്നതിന് ശേഷം ഈ ഒരു ഏരിയയിൽ നിന്നും ഞാൻ ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് ഫസ്റ്റ് ഒരു ട്രേഡ് എടുത്തത് പുട്ട് ഓപ്ഷനിൽ. പക്ഷേ പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം തീരെ കയറുന്നില്ല. ആകെ മൊമെൻ്റം ഉള്ളത് ആകെ കോൾ ഓപ്ഷനിൽ മാത്രമാണ്. സോ എല്ലാ അനാലിസിസിനും അഗെയിൻസ്റ്റ് ആയിട്ട് മാർക്കറ്റ് മേലേക്ക് കയറുന്നതുകൊണ്ട് മാത്രം ഒരു എൻട്രി മാത്രം അപ്പ് സൈഡിലേക്ക് ട്രൈ ചെയ്തതാണ്. പ്രോപ്പർ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുള്ള എൻട്രി തന്നെയാണ്. ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് ലോ ടൈം ഫ്രെയിമിൽ നോക്കിയിട്ട് ട്രേഡ് എടുത്തതാണ്. ബട്ട് അതും മേലേക്ക് വന്നില്ല. ഓക്കെ, സോ ഇന്നത്തെ ട്രേഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഇത്രയുമാണ്. ടോട്ടൽ 5 ട്രേഡ്. ടോട്ടൽ നമുക്ക് 11,411 റുപ്പീസ് 10 റുപ്പീസ് ലോസാണ്. ഓക്കെ, സോ അത്രയൊക്കെ ഉള്ള ഇന്നത്തെ വീഡിയോ. നമ്മളെ ചലഞ്ചിൽ ടോട്ടൽ 14% ലോസാണ്. ഇന്നിനി സമയം കഴിഞ്ഞ് 3:15. അപ്പോൾ ബാക്കി ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.